സോ ഹായ് ഗൈസ്, സാംസങ് ഗാലക്സി S23 പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ AI ഫീച്ചേഴ്സ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് യൂസ്ഫുള്ളായ AI ഫീച്ചേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അതേമാതിരി കുറേ ഫീച്ചേഴ്സും ആഡ് ആയിട്ടുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ AI ഫീച്ചർ നോക്കുക വെച്ചാൽ നിങ്ങൾ എഡ്ജ് പാനൽ സെറ്റിങ്സിൽ പോയിട്ട് ടേൺ ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ടേൺ ഓൺ ആക്കുക. അപ്പോൾ ഇങ്ങനെ റൈറ്റ് സൈഡിലൊരു സംഭവം കാണും. അപ്പോൾ അതൊന്ന് സ്വൈപ്പ് ലെഫ്റ്റ് ചെയ്യുക. സ്വൈപ്പ് ലെഫ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു ഓപ്ഷൻ കണ്ടല്ലോ, ആ സ്കെച്ചിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ എന്തെങ്കിലും വരച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ AI ഒരു പിക്ചർ ജനറേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ നിങ്ങളുടെ ഡ്രോയിങ് നല്ലതാണെങ്കിൽ അതിനനുസരിച്ച് പിക്ചർ ജനറേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, എന്തെങ്കിലും ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു പൂച്ചേനെ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഈ പൂച്ചേനെ വരയ്ക്കുമ്പോൾ എങ്ങനെയാണത് ജനറേറ്റ് ചെയ്യണത് നമുക്ക് നോക്കാം. ഇപ്പോൾ എൻ്റെ ഡ്രോയിങ് അത്ര നല്ലതൊന്നുമല്ല, അതുകൊണ്ട് ജഡ്ജ് ചെയ്യണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു പൂച്ച വരച്ചു ഞാൻ. ഇനിയിപ്പോൾ ഇവിടെ 3D കാർട്ടൂണുണ്ട്, പോപ്പ് ആർട്ടുണ്ട്, സ്കെച്ച് ഉണ്ട്, ഇലുസ്ട്രേഷൻ ഉണ്ട്, വാട്ടർ കളർ ഉണ്ട്. എന്തായാലും ഞാൻ 3D കാർട്ടൂണിൽ സെലക്ട് ചെയ്തിട്ട് ജനറേറ്റും ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എങ്ങനത്തെയാണ് പിക്ചർ ഇമേജ് ക്രിയേറ്റ് ചെയ്യണത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു 10 to 15 സെക്കൻഡ്സ് പിടിക്കും ഇതൊന്നും ജനറേറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, കണ്ടില്ലേ? ഇപ്പോൾ ഇങ്ങനത്തെ ഇമേജാണ് ജനറേറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നുകൂടി ഒന്ന് വരച്ച് നോക്കാം. ഇനി നമുക്കൊരു മീനിനെ വരച്ച് നോക്കാം. അപ്പോൾ മീനിനെ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇനി അത് പോയിട്ട് നമുക്ക് 3D പോപ്പ് ആർട്ട് വാട്ടർമാർക്കിൽ സെലക്ട് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യാം. ജനറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡ്രോയിങ് ജഡ്ജ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, കണ്ടില്ലേ? ഇപ്പോൾ ഇങ്ങനത്തെ കുറേ മീനിൻ്റെ പിക്ചേഴ്സ് വന്നു, ജനറേറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇതുമാതിരി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ഫീച്ചറാണ് സ്ക്രീൻഷോട്ടിൻ്റെ. അപ്പോൾ നമ്മൾ എഡ്ജ് പാനൽ ഒന്നും കൂടി സ്വൈപ്പ് ലെഫ്റ്റ് ചെയ്യുക. അപ്പോൾ സ്വൈപ്പ് ലെഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ കാണാം, രണ്ടാമത്തെ ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് പോർഷനാണ് സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് അത് നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കുക. വരച്ച് കഴിഞ്ഞാൽ ഈ പോർഷനാണ് എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത്. അപ്പോൾ അവിടെ കുറേ ഓപ്ഷൻ കാണാനുണ്ട്. കോപ്പി ചെയ്യാനുള്ളതുണ്ട്, ഷെയർ ചെയ്യാനുള്ളതുണ്ട്, ആ ഇമേജ് ഡൗൺലോഡ് ചെയ്യാനുള്ളതുണ്ട്, പിന്നെ ആ ഇമേജിനുള്ള ടെക്സ്റ്റ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ടെക്സ്റ്റിന് ആ സ്ക്രീൻഷോട്ടിന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു യൂസ്ഫുള്ളായ ഫീച്ചറാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, മൂന്നാമത്തെ AI ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഗാലറിയിൽ പോകാനായിട്ട് ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ എഡിറ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ AIൻ്റെ ഒരു ഓപ്ഷൻ കാണാണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്കെച്ച് ടു ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നാൽ നമ്മൾ എന്തെങ്കിലും വരച്ച് കഴിഞ്ഞാൽ ആ ഇമേജ് ജനറേറ്റ് ചെയ്യും. റിയലിസ്റ്റിക് ഇമേജ് ജനറേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേർട്ടിലിന് വരച്ച് കാണിച്ചു തരാം, പൂവിൻ്റെ മേലെ. ഓക്കെ, ഒരു ടേർട്ടിലിന് വരച്ച് കഴിഞ്ഞാൽ അത് പൂവിൻ്റെ മേലെ ഒരു ടേർട്ടിൽ ജനറേറ്റ് ആവും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരയ്ക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ജനറേറ്റ് കൊടുക്കുക. ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പൂവിൻ്റെ മേലെ ഒരു ടേർട്ടിൽ വരും. അതേമാതിരി 10 to 15 സെക്കൻഡ്സ് പിടിക്കും ഇതൊന്നും ജനറേറ്റ് ആവാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇതൊരു ഫണ്ണായൊരു AI ഫീച്ചറാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, പല ടൈപ്പ് ടേർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല ടൈപ്പ് ടേർട്ടിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലത്തെ ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതേമാതിരി ഒന്നുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ പൂവിൻ്റെ മേലെ തന്നെ കുറച്ചുകൂടി ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഒരു വലിയ പൂവ്. ഓക്കെ, ഇങ്ങനെ വരച്ച് കാണിച്ചു. അപ്പോൾ ഈ ഫ്ലവർ ബേസ് വരയ്ക്കുമ്പോൾ അത് സ്ഥലം പോരാന്നാണ് പറയണത്. അപ്പോൾ അത് ഫ്ലവർ ബേസ് നീ ക്യാൻസലാക്കുക. ഇന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫ്ലവർ ആവും കാണുക. ഒന്ന് ജനറേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, കണ്ടില്ലേ? ഇപ്പോൾ റിയലിസ്റ്റിക് ഇമേജ് മാതിരിയല്ലേ തോന്നിക്കുന്നത്. അപ്പോൾ ഇതുമാതിരിയൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഗാലറിയിൽ പോവുക. പിന്നെ ഒന്നുകൂടി ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ കാണും. ആ AIൻ്റെ ഫീച്ചറിൽ മേലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ പോർട്രേറ്റ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസ് കോമിക് സ്റ്റൈലോ 3D കാർട്ടൂണോ വാട്ടർ കളറോ
അല്ലെങ്കിൽ സ്കെച്ചായിട്ട് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു കോമിക് സെലക്ട് ചെയ്യാൻ ജനറേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുമാതിരി നിങ്ങളുടെ ഫേസ് കോമിക് സ്റ്റൈലിൽ മാറ്റാൻ പറ്റും, 3D കാർട്ടൂൺ ലോഗോ മാറ്റാൻ പറ്റും. അതൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കോമിക് സ്റ്റൈല്. അപ്പോൾ ഇത് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ, നമുക്ക് ഈ 3D കാർട്ടൂൺ സെലക്ട് ചെയ്ത് നോക്കാം. അതും കൂടി ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ജനറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. 10 to 15 സെക്കൻഡ്സ് പിടിക്കും ഇത് ജനറേറ്റ് ആവാൻ വേണ്ടിയിട്ട്, ഡിപ്പെൻഡിങ് ഓൺ യുവർ ഇൻ്റർനെറ്റ് സ്പീഡ്. ഓക്കെ, കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനത്തെ ഇമേജ് ആവും ജനറേറ്റ് ആവുന്നത്. അപ്പോൾ ഇതൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഗാലറിയിൽ പോയിട്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് സ്വൈപ്പ് അപ്പ് ചെയ്യുക. സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ഫീച്ചർ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലൈവ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ലൈവ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ലൈവ് എഫക്റ്റ് ഒന്ന് നമ്മുടെ ഫോട്ടോ ഒന്ന് മൂവ് ആവാൻ തുടങ്ങും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇതുമാതിരി നമ്മുടെ ഫോട്ടോ മൂവ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് സേവ് കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ അത് വീഡിയോ ആയിട്ട് സേവ് ആവുന്നതാണ്. പിന്നെ നമുക്ക് വാൾപേപ്പറോ ലോക്ക് സ്ക്രീൻ വാൾപേപ്പറൊക്കെ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ ഡയലർ ഓപ്പൺ ചെയ്യുക. ഡയലർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 3 ഡോട്ട് ഉണ്ടല്ലോ, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ ആൻസറിങ് ആൻഡ് എൻഡിങ് കോൾസ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഗെസ്റ്റർ ടു ആൻസർ കോൾസും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ കാണാൻ കിട്ടും, സ്വൈപ്പ് ആൻഡ് ടാപ്പ്. പണ്ടൊക്കെ നമുക്ക് കോൾ വരുമ്പോൾ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ താഴത്തുനിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യണം, അപ്പോൾ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ടാപ്പിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ ടാപ്പിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി, നമുക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതേമാതിരി നമുക്ക് വേറെ ഒരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്, ആൻസറിങ് യൂസിങ് സ്പീക്കർ. അത് ടേൺ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നമുക്ക് കോൾ വരികയെന്ന് വെച്ചാൽ അത് അറ്റൻഡ് ചെയ്യുകയെന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി സ്പീക്കർ ഫോണിലേക്ക് വരും. അപ്പോൾ സ്പീക്കർ ഫോണിൽ ഡയറക്റ്റായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഈ 2 ഫീച്ചറാണ് ആഡ് ആയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഫീച്ചർ ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് മൈ ഫയൽസിൽ പോവാം. മൈ ഫയൽസിൽ പോയിട്ട് ഇൻറ്റർണൽ സ്റ്റോറേജിൽ പോവാം. ഇപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും നമുക്ക് ഫയൽസ് ഇടയ്ക്കിടയ്ക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഡയറക്റ്റ് മൈ ഫയൽസിൽ പോവുക, പിന്നെ ഇൻറ്റർണൽ സ്റ്റോറേജിൽ പോവുക, പിന്നെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഫോൾഡർ നമുക്ക് ഹോം സ്ക്രീനിൽ വെക്കാൻ പറ്റും. അതെങ്ങനെയാണ് വെക്കുക നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഫോൾഡർ നമുക്ക് സെലക്ട് ചെയ്യാം ലോങ് പ്രസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ആ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ലോങ് പ്രസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫോൾഡർ, അപ്പോൾ ഫ്രണ്ട്സ് ന്യൂ അതിൽ ഞാൻ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വിടാതെ തന്നെ ഇവിടെ കോപ്പിയുടെ ഓപ്ഷൻ ഉണ്ട്. ആ കോപ്പിയുടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, പിന്നെ സ്വൈപ്പ് ലെഫ്റ്റ് ചെയ്യുക. ഗെസ്റ്റർ വയ്ക്കുകയാണെന്ന് വെച്ചാൽ ഒന്നുകൂടി സ്വൈപ്പ് ലെഫ്റ്റ് ചെയ്യുക, പിന്നെ നമുക്ക് ഹോം സ്ക്രീനിൽ വന്നിട്ട് അത് വിടുക. അപ്പോൾ നമുക്ക് ആ ഫോൾഡർ നമുക്ക് മൈ ഫയൽസിൽ പോകേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഹോം സ്ക്രീനിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ അടുത്ത ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. അതിന് വേണ്ടിയിട്ട് സാംസങ് കീബോർഡ് ഓപ്പൺ ചെയ്യുക. ഇവിടെ അതിൻ്റെ സിമ്പിൾ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി കുറേ ഓപ്ഷൻസ് കാണാറുണ്ട്. ഇതൊക്കെ മുമ്പ് തന്നെ കിട്ടിയിരുന്ന ഓപ്ഷൻസാണ്, ചാറ്റ്, ട്രാൻസ്ലേഷൻ, റൈറ്റിംഗ് സ്റ്റൈൽ ആൻഡ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. ഇപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്തത് കമ്പോസറാണ്. അപ്പോൾ കമ്പോസറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും ടോപ്പിക്ക് കൊടുത്താൽ മതി, ആ ടോപ്പിക്ക് എക്സ്പാൻഡ് ചെയ്ത് തരും. ഇപ്പോൾ ഞാൻ എക്സാമ്പിളിന് ബ്ലാക്ക് ഹോൾ എന്നാണ് എഴുതി കൊടുക്കുന്നത്. ബ്ലാക്ക് ഹോൾ എന്ന് എഴുതി കൊടുത്തിട്ട് ഇവിടെ സ്റ്റാൻഡേർഡ് കാണാൻ കിട്ടുന്നുണ്ട്, ഇമെയിൽ, സോഷ്യൽ മീഡിയ, പിന്നെ കമൻറ്റ് കാണാനുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇമെയിലാണ് സെലക്ട് ചെയ്യണത്. ഇവിടെ പൊളൈറ്റിന് പകരം പ്രൊഫഷണലാണ് സെലക്ട് ചെയ്യാൻ പോണത്. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ജനറേറ്റ് കൊടുക്കുക. ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്ലാക്ക് ഹോളിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതി കാണിക്കും, കണ്ടില്ലേ. അപ്പോൾ ഇതുമാതിരി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നുകൂടി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ഒരു 3 ലൈൻ കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഡൺ കൊടുക്കുക. ഡൺ കൊടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് ബ്ലാക്ക് ഹോളിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അത് നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാൻ പറ്റും, കണ്ടില്ലേ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതി തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഫീച്ചർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ്. അതിന് വേണ്ടി നമുക്ക് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ പോവുക. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ബ്ലോക്കർ, ഇത് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ടേൺ ഓൺ ആക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ടേൺ ഓൺ ആക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്ന് ടേൺ ഓൺ ആക്കി വെക്കുക. ടേൺ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു സെക്യൂരിറ്റി ഫീച്ചർ കാണാറുണ്ട്, മാക്സിമം റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ഇതും കൂടി ഒന്ന് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് നിങ്ങളുടെ ഡിവൈസിന് മാക്സിമം പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ടേൺ ഓൺ ആപ്പ് പ്രൊട്ടക്ഷന്, ബ്ലോക്ക് ഡിവൈസ് അഡ്മിൻ ആപ്സ്, ബ്ലോക്ക് ഓട്ടോ ഡൗൺലോഡിംഗ് അറ്റാച്ച്മെൻറ്റ്, ബ്ലോക്ക് ഹൈപ്പർ ലിങ്ക്സ് ആൻഡ് പ്രിവ്യൂസ്, റിമൂവ് ലൊക്കേഷൻ വെൻ ഷെയറിംഗ് പിക്ചേഴ്സ്, ബ്ലോക്ക് ഷെയർഡ് ആൽബംസ്, റിമൂവ് ലൊക്കേഷൻ ഡാറ്റ വെൻ ഷെയറിംഗ് പേജസ്. അപ്പോൾ എന്തായാലും ഈ ഫീച്ചർ ഒന്ന് ടേൺ ഓൺ ആക്കി വെക്കുക. അടുത്ത ഫീച്ചർ നോക്കാൻ വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഡയലർ ഓപ്പൺ ചെയ്യുക. ഡയലർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റിങ്സിൽ പോവുക. പിന്നെ ഇവിടെ ലൈവ് ട്രാൻസ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ലൈവ് ട്രാൻസ്ലേറ്റ് മാറ്റാൻ വന്നിരിക്കുന്നത്, പണ്ട് ഇത് കോൾസിൽ മാത്രമായിരുന്നു ഇത് സപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് വാട്സാപ്പ് കോൾസ്, ടെലിഗ്രാം, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയുന്നുണ്ട്, മറ്റാൾക്ക് ഹിന്ദി മാത്രമേ അറിയണമെന്ന് വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഇത് നമുക്ക് ഹിന്ദിയിലായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മറ്റാൾ നമുക്ക് ഹിന്ദിയിൽ സംസാരിക്കാൻ നമുക്ക് ഇംഗ്ലീഷിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളായ ആപ്പാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ സപ്പോർട്ട് വാട്സാപ്പ് കോൾസിലും ഇൻസ്റ്റാഗ്രാം കോൾസിലും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഫീച്ചർ നോക്കാന്ന് വെച്ചാൽ നമ്മുടെ സാംസങ് നോട്ട്സിലാണ്. അപ്പോൾ നോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ക്രിയേറ്റ് ന്യൂൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വല്ലതും നമ്മൾ പോഡ്കാസ്റ്റ് കാണുകയാണോ ഇല്ലെങ്കിൽ ലെക്ചറൊക്കെ ഇംഗ്ലീഷിലൊക്കെ കേൾക്കുകയാണെന്ന് വെച്ചാൽ നമുക്കത് റെക്കോർഡ് ചെയ്തിട്ട് അത് ടെക്സ്റ്റിലേക്ക് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പുതിയൊരു ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്, വോയിസ് റെക്കോർഡിങ്. അപ്പോൾ ഈ വോയിസ് റെക്കോർഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഇംഗ്ലീഷിൽ പോഡ്കാസ്റ്റോ ഇല്ലെങ്കിൽ ലെക്ചറോ വല്ലതും കേൾക്കുകയാണെന്ന് വെച്ചാൽ അത് ടെക്സ്റ്റായിട്ട് മാറ്റി തരും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കാതെ ടെക്സ്റ്റായി ഇങ്ങനെയാണ് മാറ്റുന്നത്, നമുക്ക് നോക്കാം. So hi guys, today I'm going to do a long term review about Samsung Galaxy S23, and in this Flipkart Big Billion Day sale this phone is going to be super cheap. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ 3 ലൈന് കാണാണ്ടല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ടി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാണ്ടല്ലോ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അനലൈസിങ് ചെയ്യാണ്. Okay, so hi guys, today I'm going to do a long term review about Samsung Galaxy S23, and this is in this Flipkart Big Billion Day sale. This phone is going to be super cheap. കണ്ടില്ലേ, അപ്പോൾ ഇതുമാതിരി നമുക്ക് ടെക്സ്റ്റായിട്ട് മാറ്റിയിടാം. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ AI ഫീച്ചേഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇൻ സാംസങ് ഗാലക്സി S23, യൂസ്ഫുള്ളായ AI ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.